ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ബരാക് 8ന്റെ കഴിവിനെ ഗെയിം ചേഞ്ചർ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. അത്യാധുനിക റഡാറും നിയന്ത്രണ സംവിധാനങ്ങളും ഉള്ളതിനാൽ ഇത് ഇന്ത്യക്ക് മികച്ച മാനുവറബിലിറ്റി നൽകുന്നു. ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും ചേർന്നാണ് ഈ മിസൈൽ സിസ്റ്റം വികസിപ്പിച്ചെടുത്തത്. റാഫേലും ഏതാനും ഇന്ത്യൻ കമ്പനികളും ഈ പദ്ധതിക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. 8ാമതായി ഹെറോൺ ഡ്രോണുകൾ. ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് വികസിപ്പിച്ച മച്ചാറ്റ്സ് 1 എന്നും അറിയപ്പെടുന്ന ഹെറോൺ ഒരു മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് UAV ആണ്. 2005 നവംബറിൽ ഇന്ത്യ 50 ഹെറോൺ UAVകൾ സംഭരിക്കുന്നതിനായി ഇസ്രായേലുമായി $220 മില്യൺ, അതായത് ഏകദേശം 1630 കോടി രൂപയുടെ കരാർ ഒപ്പിട്ടിരുന്നു. ഡിഫൻസ് ഇൻഡസ്ട്രി ഡെയിലിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഈ ഇടപാട് 2004 പൂർത്തിയായതായി പറയപ്പെടുന്നു. എന്നാൽ ആ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കാരണം ഈ ഡീൽ പുറത്തുവിട്ടിരുന്നില്ല എന്നും സൂചിപ്പിക്കുന്നു. 2004 ഡിസംബറിലെ സുനാമിക്ക് ശേഷമുള്ള തിരച്ചിലിലും രക്ഷാപ്രവർത്തനത്തിലും ഇന്ത്യ 12 ഹെറോൺ 1 UAV ഉപയോഗിച്ചിരുന്നതായും ഡെയിലി വ്യക്തമാക്കുന്നു. ഈ പ്രവർത്തനങ്ങളിലെ ഡ്രോണുകളുടെ പ്രകടനം ഇന്ത്യക്ക് ഇസ്രായേലുമായുള്ള ഇടപാട് ഉറപ്പാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു.